ഗുരുജി ശരിക്കും നമ്മൾ മൂലാധാരയെ കുറിച്ച് പറഞ്ഞു, സ്വാധിഷ്ഠാനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മുടെ ബേസിക്കൽ പറഞ്ഞത് ഫസ്റ്റ് കോശത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഏതായിരുന്നു? അന്നമയ കോശം. ഈ അന്നമയ കോശമൊക്കെ ഫിസിക്കലി സമ്മതിച്ചു. ഈ പ്രാണമയ കോശം സത്യത്തിൽ ഏതൊക്കെ ധർമ്മങ്ങള് നിർവഹിക്കുന്നുണ്ട്? ഇപ്പൊ ധാരാളം ആളുകൾ ഡിപ്രഷനാ, ഡിസപ്പോയിന്റ്മെന്റ്, മരുന്ന് കഴിച്ചിരിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ പ്രാണമയല്ലേ അതിന്റെ പ്രവർത്തനം നടക്കുന്നത്? അതൊന്ന് ബുദ്ധി അതൊന്ന് പറഞ്ഞു തരാം. തീർച്ചയായിട്ടും. നമുക്ക് ശരിക്കും പറഞ്ഞാല് ഈ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, ഈ 3 കോശങ്ങളും കൂടി ഒരുപോലെ പ്രവർത്തിക്കണം. ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ പൂർണ്ണത ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പം ഈ മനോമയ കോശം എന്ന് പറയുന്നത്, ഈ മനോമയ കോശത്തെ നിയന്ത്രിക്കുന്നതും അതിന് വേണ്ട എനർജി കൊടുക്കുന്നതും നമ്മുടെ പ്രാണമയ കോശമാണ്. പ്രാണനാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രാണമയ കോശം എന്ന് പറഞ്ഞാൽ ഈ മനോമയ കോശത്തെയും നമ്മുടെ അന്നമയ കോശത്തെയും തമ്മിൽ, ഫിസിക്കൽ ബോഡിയെയും മനസ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന മീഡിയമാണ് നമ്മുടെ പ്രാണമയ കോശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാണമയ കോശം ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഈ അന്നമയ കോശത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിലൂടെ പ്രവർത്തിക്കാതെ വരികയും അങ്ങനെ നമ്മുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോൺസ് ശരിയായ രീതിയിൽ ഫയർ ചെയ്യാതെ വരികയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ഡിപ്രഷനും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ബ്രെയിൻ ശരിയായ രീതിയിൽ ശരിയായ തരത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെ അതിന്റെ അർത്ഥം അല്ലേ? ശരിയായ തലത്തിൽ വർക്ക് ചെയ്യുന്നില്ല. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തുവിനെയോ അല്ലെ ഉള്ള കാര്യത്തിനെ ഓർത്തിട്ട് ഭയക്കാണെങ്കിൽ ഓക്കെ, അത് ഭയം എന്ന് പറയാം. ഫോബിയയാണ് ഇവർക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഭയവും അതുപോലെ തന്നെ ഇമാജിനേഷൻ. ആ ഒരു ഇമാജിനേഷൻ ലെയറിൽ മാത്രമാണ് അവർ നിൽക്കുന്നത്. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോൺസ് ശരിയായ രീതിയിൽ ഫയർ ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ ഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശ്വാസത്തിലൂടെ എടുക്കുന്ന സമഷ്ടി പ്രാണനെ, അതായത് വിഷ്ണു പ്രാണനെ എടുത്ത് സമഷ്ടി പ്രാണനായി അത് മാറുമ്പോഴാണ് ആ ബ്രെയിനിലേക്ക് ആ പ്രാണൻ ചെല്ലുകയും ആ പ്രാണൻ അവിടെ ആ ബ്രെയിനിന്റെ ഓരോ സെല്ലുകൾക്കും പ്രവർത്തിക്കാനുള്ള എനർജി കൊടുക്കുകയും ബുദ്ധി കുറേശ്ശെ തെളിഞ്ഞു അപ്പം അതുകൊണ്ടാണ് ഈ എല്ലാ യോഗമാർഗങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് പ്രാണായാമത്തെ പറയുന്നത്. അഷ്ടാംഗത്തിലും അത് തന്നെയാണല്ലോ പറയുന്നത്. യമം, നിയമം, ആസനം കഴിഞ്ഞാലും പിന്നെ പ്രാണായാമം. അപ്പം പ്രാണായാമം പരിശീലിക്കാത്ത ഒരാൾക്ക് എന്തുണ്ടാവില്ല? ഈ പറഞ്ഞ ബുദ്ധിയുടെ തെളിച്ചം ഉണ്ടാവില്ല. ബുദ്ധി ഉണ്ടാകുകയില്ലെന്നല്ല, ബുദ്ധിയിൽ തെളിച്ചം ഉണ്ടാകുകയില്ല. അതിപ്പോ പ്രാണായാമം കഴിഞ്ഞാൽ പ്രത്യാഹാരം അവനവനെ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധി തെളിയണം. ആ ബുദ്ധി തെളിയണമെന്നുണ്ടെങ്കിൽ ബ്രെയിനിന്റെ ന്യൂറോൺസ് ഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രാണൻ വേണം. ഈ പ്രാണൻ ഇല്ലാതെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഈ ഡിപ്രഷനും കാര്യങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ ഒരുപാട് ആളുകൾ. അപ്പൊ അതിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പാസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം, അവര് ഈ പറഞ്ഞ പുകവലി, മദ്യപാനം ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അടിമയാവുകയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫോബിയകൾ ബാധിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ മാതാപിതാക്കളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് വന്ന പ്രശ്നങ്ങളെ ഏതെങ്കിലും തരത്തിൽ അവരെ ബാധിച്ചിട്ട് അവരുടെ ഈ പ്രാണമയ കോശം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഈ ഡിപ്രഷനുള്ള എല്ലാവരും എടുത്ത് നോക്കിയോ, അവരുടെ ശ്വാസം എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരിക്കും. ആഴത്തിൽ അവർക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് പുകവലിച്ചു കഴിഞ്ഞാൽ അത് ബ്ലോക്കായി ശ്വാസത്തിന്റെ ആ ഒരു ആഴത്തിലുള്ള ഇത് പോയി. അപ്പം ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡിപ്രഷനിലേക്ക് പോകാൻ അതൊരു കാരണമാണ്. അപ്പം ശ്വാസത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുകയും ശ്വാസത്തെ എത്രമാത്രം ആഴത്തിലും ദീർഘമായും എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഈ ബ്രെയിൻ ഉൾപ്പെടെയുള്ള എല്ലാ സംഗതികളെയും പ്രവർത്തനം എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റിയാണ് പ്രാണൻ. അതെ, പിന്നെ ഇലക്ട്രിസിറ്റിയാണ് പ്രാണൻ. അപ്പം അതിലും ഉള്ള കാര്യം എന്ന് വെച്ചാൽ ആ പ്രാണനെ എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നു അത്രമാത്രം നമുക്ക് ആയുസ്സും ആരോഗ്യം കൂടി വരുന്നു എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് കലണ്ടർ വെച്ചിട്ടുള്ള ഇതല്ലല്ലോ. അപ്പൊ ഗുരുജി ഈ പറഞ്ഞ പോലെ ഞാൻ അത് ശരിക്കും ഫീൽ ചെയ്തൊരു കാര്യം ഗുരുജിയുടെ ക്യാമ്പിൽ വന്നിട്ട് ഞാൻ കുറെ കാലമായിട്ട് ഒന്നും ഞാൻ പറഞ്ഞായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പോയി ചെയ്യുന്നുണ്ടായിരുന്നു. ഓഷോ ഡാനിയന്റെ അടുക്കലും അല്ല ഓഷോ ഹോമിലും ഒക്കെ പോയിട്ട് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ പോയി ചെയ്യുന്നുണ്ട്. ഈ കോവിഡ് വന്നതോടുകൂടി ഓൺലൈൻ ഏറ്റവും വലിയ കോവിഡ് ഓൺലൈനിൽ കൂടെ ദീക്ഷ കൊടുക്കുന്ന ഗുരുക്കന്മാരൊക്കെ റൈക്കിയുടെ ദീക്ഷ വരെ കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഓൺലൈനിൽ. അപ്പൊ ഗുരുജിയുടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്നുകൂടെ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത പ്രാണായാമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ഊർജ്ജത്തിൽ ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്തു. ഞാൻ ഗുരുജിയോട് ഞാൻ പറയുകയും ഞാൻ ഫീഡ്ബാക്കിലും പറഞ്ഞു എക്സ്പീരിയൻസ് ചെയ്തതാണ്. പ്രാണനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയും പ്രാണനെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിന് കൂടുതൽ തെളിച്ചമുണ്ടാകുക. അത് ഒരു ദിവസം ഇന്ധനം അടിക്കാത്ത പോലെ അല്ലെങ്കിൽ കറണ്ടിന് ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ ലൈറ്റ് കത്തി വെച്ചേക്കുന്നു. ഈ കറണ്ടിന്റെ വോൾട്ടേജ് പോകുമ്പോൾ ലൈറ്റ് മങ്ങി.
എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനുഷ്യന്റെ ബോധം മങ്ങി പോകുമ്പോഴാണ് ഈ ഡിപ്രഷനും കാര്യങ്ങളും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റാത്ത രീതിയിൽ അവരുടെ ബോധം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഓർക്കും ഇവൻ എന്താ ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇവന് എപ്പോഴും ഇങ്ങനെ ടെൻഷനാന്ന് പറയുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ഇവന് എപ്പോഴും ഇങ്ങനെ ഡിപ്രഷനാന്ന് പറയുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് എപ്പോഴും ഇവനിങ്ങനെ ആൻസൈറ്റി, ആത്മഭയം എന്താണ്? അപ്പൊ നമ്മളോർക്കത് അവന്റെ കുഴപ്പം. പക്ഷെ അവന്റെ കുഴപ്പമല്ല. ഞാൻ ഈ ഡിസപ്പോയിന്റഡ് ഡിപ്രഷനൊക്കെ ഇരിക്കുന്ന ആളുകളെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ ഈ ഒരു പ്രാണായാമം പ്രാക്ടീസ് ചെയ്ത് അവർക്ക് ഇതിൽ നിന്ന് ഒരു മരുന്നും ഇല്ലാതെ അവർക്ക് കയറി വരാൻ ഏറ്റവും സഹായിക്കുന്ന ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാല് ഇത് ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും തന്നെ ഒരു മരുന്നിന്റെ സഹായത്തോടെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അപ്പം മരുന്ന് തരുന്നതെന്ന് പറഞ്ഞാൽ ഒരു റിലാക്സേഷനാണ്. ഇപ്പം ഒരു മെഡിസിൻ തരുന്നെന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്സിയിലേക്ക് പോകണ്ടല്ലോ. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ ഈ മരുന്ന് വർഷങ്ങളോളം മരുന്നെടുത്ത് കഴിയുമ്പോൾ അവർ മറ്റൊരു രീതിയിലേക്ക് അവർ മാറിപ്പോയത്. ഇപ്പം മരുന്നെടുക്കുന്ന ഇപ്പം ഒരു ഡിപ്രഷൻ വന്നു, അതിന് മരുന്നെടുത്തതിന് ശേഷം ആ ഡിപ്രഷൻ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നതിനെക്കാട്ടി വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയ ആളുകൾ എനിക്കറിയാം. അതിന്റെ കാര്യം ഞാൻ കണ്ടതെന്നു വെച്ചാൽ ഈ മരുന്ന് ഹീല് ചെയ്യുക അല്ല അവർക്ക് റിലാക്സേഷൻ കൊടുക്കുക അല്ല, റിലാക്സേഷനുമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. ഇപ്പൊ പ്രഷർ വന്നു, ഈ പ്രഷറിനെ ഹീൽ ചെയ്യുന്നില്ല, ബാലൻസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതെ. ഷുഗർ എന്ന് പറയുന്ന പ്രശ്നം ഇവന് ഇൻസുലിൻ തന്നെ ഉത്പാദിപ്പിക്കാനായിട്ട് ഒരു മരുന്നും ഇല്ല. പകരം ഇവരാ കുറഞ്ഞതിന് പകരം ബാലൻസ് ചെയ്തു. അവിടെ ഹീലിംഗ് അല്ല നടക്കില്ല, ജസ്റ്റ് ബാലൻസിങ് മാത്രമാണ്. ശരിക്കും ഹീലിംഗ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി തന്നെയാണ്. യെസ്. അപ്പൊ ആ ഇമ്മ്യൂണിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അകത്ത് തന്നെ കറക്റ്റ് ചെയ്താലേ മതി. അതിനും കെമിക്കലിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് അവർ കറക്റ്റ് ചെയ്യാം. ഈ പ്രാണായാമങ്ങളിലൂടെയും ധ്യാനങ്ങളിലൂടെയും ഈ പറഞ്ഞ ക്രിയകളിലൂടെയും ഒക്കെ നമുക്ക് വേറെ സത്യവും കൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മനുഷ്യ ശരീരത്തിന് എക്സ്റ്റേണൽ ആയിട്ട് ഇപ്പൊ ഇൻസുലിൻ കിട്ടുവോ അല്ലെന്നുണ്ടെ പ്രഷറുകളും ഇത് കിട്ടുവോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം പിന്നീട് ഈ പറയുന്ന ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഇതുപോലെ ക്ലാസ് ഒക്കെ കേട്ടിട്ട് ചിലര് പോയിട്ട് നേരെ പോയി വൈകുന്നേരം പോലെ ഇൻസുലിനും എടുക്കുകയല്ല, ഷുഗറും കൂടി കാരണം വെച്ചിട്ട് ഊളത്തരം കാണിക്കുക. മരുന്ന് അങ്ങനെ നിർത്തരുത്. അല്ല ഒരിക്കലും നമ്മളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം അതിന്റെ ഭാഗമായി കഴിഞ്ഞ് മാത്രമേ മെഡിസിൻസ് നിർത്താവുള്ളൂ. ഇത് പ്രത്യേകം എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. ഞാനും ഒരു അബദ്ധം കാണിച്ചത് മനസ്സിലായത് എന്റെ അനുഭവത്തിൽ സുനാമി വന്നോലെ തിരിച്ചുകൊണ്ട് വരുന്നത്. അല്ലെ നമ്മള് ഏതൊരു കാര്യം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ശരീരം അതിനെ അറിഞ്ഞ് നമ്മുടെ മനസ്സതിനെ അറിഞ്ഞ് നമ്മുടെ ബുദ്ധിയെ അറിഞ്ഞ് നമ്മുടെ ബോധത്തിനെ അറിഞ്ഞു വരാനുള്ള ഒരു സമയം എടുക്കും. ആ സമയം നമ്മുടെ ശരീരത്തിന് വിട്ടുകൊടുക്കുക. അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഈ പറയുന്ന മെഡിസിൻ കണ്ടിന്യൂ പിന്നെ തീർച്ചയായിട്ടും അത് എല്ലാവരും ആ യൂട്യൂബിൽ കണ്ടു. നമ്മളിപ്പോ ഹീലിംഗിലൊക്കെ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരാളോട് മരുന്ന് നിർത്താൻ പറയല. അപ്പം നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങൾ ഇത്ര ദിവസം ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വരുന്ന മാറ്റങ്ങളെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് പോയി ഒരു മെഡിക്കൽ ടെസ്റ്റ് നടത്തി റിപ്പോർട്ട് കൊണ്ടുപോകാം. റിപ്പോർട്ട് കൊണ്ടിട്ട് അത് ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മരുന്ന് നിർത്തിക്കും. അതുവരെ നമ്മൾ സമ്മതിക്കില്ല. ഇപ്പൊ ഞാനും അങ്ങനെ മരുന്ന് നിർത്തിയിട്ട് 2 നേരം നേരെ ഫസ്റ്റ് ക്ലാസ് കേട്ട് വൈകിട്ട് നേരെ കൊണ്ട് ഷുഗറിന്റെ മരുന്നൊക്കെ നിർത്തും. അതെ എന്റെ ഷുഗർ എല്ലാം കൂടെ സാറല്ലേ പറഞ്ഞു തന്നെ ഹീൽ ചെയ്യും. ഇപ്പൊ നമ്മള് ദിയ കോൺഷ്യസ് എനർജി ഹീലിംഗ് മെത്തേഡ് കണ്ടുപിടിച്ചതിന് ശേഷം ധാരാളം ആളുകൾക്ക് നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ടൊക്കെ ഹീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതല്ലേ നമ്മുടെ എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് ഇപ്പം എല്ലാ വ്യാഴാഴ്ചയും ഉണ്ട്, ഞായറാഴ്ചയുണ്ട്. ഞായറാഴ്ച രാവിലെ 6:30ക്കും വ്യാഴാഴ്ച വൈകിട്ട് 9 മണിക്കും. അപ്പൊ അതിലൂടെ നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ട് ഹീൽ ചെയ്യുന്ന സമയത്ത് പല ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെ ഹീൽ ചെയ്യുന്നുണ്ട്, അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ ഹീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതുപോലെയുള്ള ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളെ അതുപോലെ അവരുടെ ഫിനാൻഷ്യൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഹീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 തരത്തിലാണ് അത് ഹീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹീലിംഗിലേക്ക് പോകുന്ന സമയത്തും നമ്മൾ ചെയ്യുന്നതും ഇതേ കാര്യം തന്നെയാണ്. അവരുടെ ആ ഒരു മെറ്റബോളിസവും അവരുടെ ആ ഇമ്മ്യൂണിറ്റിയും ആ ഒരു എനർജി കൊടുത്തുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ അനുഭവിക്കുന്ന പ്രശ്നം എന്താണോ അതിനെ നമ്മൾ ഫിസിക്കൽ തലത്തിൽ ക്ലിയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മളൊരു കെമിക്കലിലൂടെ കൊടുക്കുന്ന എനർജി നമ്മൾ ഈ ഒരു ആൾട്ടർനേറ്റീവ് ഹീലിംഗിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് എനർജി ആയിട്ട് കൊടുക്കുന്നു. അതേ ഉള്ള ഒരു മാറ്റം. അപ്പൊ അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെയും കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പലരും ചോദിക്കുമ്പോൾ എനിക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്, അതിനെ എങ്ങനെ ഹീൽ ചെയ്യും, അതെന്താണ് അവിടെ സയൻസ്. അപ്പൊ സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ടതെല്ലാം എവിടെയുണ്ട്? ഈ യൂണിവേഴ്സിലുണ്ട് അല്ലേ? നമ്മളിപ്പോ ഇവിടുന്ന് പോയിട്ട് മൾട്ടിവേഴ്സിലൊന്നും പോയിട്ടല്ലേ ചന്ദ്രനിലൊന്നും പോയിട്ടല്ലേ എടുത്തോളൂ നമ്മളോട് ജീവിക്കുന്നത്.
അപ്പം നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതും സൂക്ഷ്മതലത്തിൽ എനർജി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ എനർജി തലത്തിൽ ഉണ്ടാവുന്ന ബ്ലോക്കുകൾ, ആ എനർജി തലത്തിൽ ഉണ്ടാകുന്ന നമുക്ക് അതുമായിട്ട് അതിന്റെ ഫ്രീക്വൻസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്, വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെ വരുന്ന സംഭവങ്ങളെ നമ്മൾ അവരുടെ ആ പർട്ടിക്കുലർ ചക്രമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമായ എനർജി കൊടുക്കുന്ന സമയത്ത് ആ ഒരു എനർജി ഫീൽഡിലേക്ക് അവർക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. അങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകുന്നത്. അപ്പൊ പലരും ഈ ഇപ്പൊ നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു അർത്ഥതന്ത്ര, അപ്പൊ അതിലൊക്കെ വന്നിട്ട് ഇന്ന് വന്നിട്ട് നാളെ ലോട്ടറി അടിക്കുന്നു പറഞ്ഞ് വരുന്നവരുണ്ട്. അതായത് ചുവരില്ലാതെ ചിത്രം എഴുതാൻ വരുന്ന ആളുകളാണ്. അപ്പം അവർക്ക് ചിത്രം എഴുതണമെന്നുണ്ട്, പക്ഷെ ഇത് എവിടെ എഴുതണമെന്ന് അറിയത്തില്ല, കാരണം ചുവരില്ല, ബേസ് ഇല്ല. അപ്പം അവര് വന്നിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ തന്നെ ചിലപ്പോൾ ലോട്ടറി എടുത്തോണ്ടായിരിക്കും വരുന്നത്. പണ്ടൊരാൾ പറഞ്ഞ പോലെ ഒരു ഗുരുവിന്റെ അടുത്ത് നിന്നിട്ട് പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ട് പിന്നെ ഗുരുവിന്റെ അനുഗ്രഹം യാചിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ലോട്ടറി എടുക്കാനായിട്ടാണ്. അതിന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഗുരുവിന്റെ അടുത്ത് വന്നിട്ട് പിന്നെ ചോദിച്ചു, പിന്നെ എന്റെ ഗുരുജി, ഞാൻ ഇത്രയും ദിവസവും പിന്നെ ഗുരുജി പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്യായിരുന്നു, പക്ഷെ എനിക്ക് ലോട്ടറി അടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു ചോദിച്ചു, നിങ്ങൾ ലോട്ടറി എടുത്തായിരുന്നു എന്ന് ചോദിച്ചു. ലോട്ടറി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാലാണ് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളെ സമീപിക്കുന്നത്. പക്ഷെ അതല്ല, നമ്മൾ ഇതെല്ലാം സൂക്ഷ്മതലത്തിൽ നമ്മുടെ എനർജി തലത്തിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുന്നത്. മനസ്സിലായി. അപ്പം അതിന് ഈ ഗുരു എത്രമാത്രം അതിന് ശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം ആ മാറ്റം വേണ്ട ആളും അതിന് വേണ്ടി ശ്രമിക്കണം. വരുന്നയാൾ, ശിഷ്യനായിട്ട് വരുന്ന ആളും ശരിക്കും പറഞ്ഞാൽ ഗുരുവിനേക്കാൾ ശ്രമിക്കണം. അപ്പൊ അങ്ങനെ ശ്രമിക്കുമ്പോൾ അവരുടെ എനർജി തലത്തിലാണ് ഈ കാര്യങ്ങളിൽ മാറ്റം വരുന്നത്. എനർജി തലത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ അത് എങ്ങനെ സംഭവിക്കുന്നു ചോദ്യമേ ഇല്ല സത്യത്തിൽ. അവിടെ ആ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മൾ ആ എനർജി ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ചേഞ്ച് ആയി. മൂന്നാമത്തെ നമ്മളിപ്പം പ്രാണനെ കുറിച്ച് പറഞ്ഞു. അതെ. ഈ മനോമയ കോശത്തെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, മനോമയ കോശം എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ മൈൻഡ് തന്നെയാണ്. Yasha Living, synchronizing the art, tactics, and spirituality.